യോഹന്നാന്റെ ലേഖനത്തിലേക്ക് വീണ്ടും നമ്മൾ വരുമ്പോൾ അതിന്റെ 4-ാം അധ്യായത്തിൽ അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ കാണുന്നത്, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. ഈ വാക്യങ്ങളൊക്കെ വായിച്ചു പോകുന്നതേ ഉള്ളൂ ഞാൻ. ഇത് ഓരോന്നും നമ്മൾ എത്ര മണിക്കൂർ ധ്യാനിച്ചാൽ പോലും തീരാത്തത്ര ആഴമുള്ള സ്നേഹമാണ്. അതിന്റെ തന്നെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചും ഇരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. ഗോഡ് ഈസ് ലവ്. ഗോഡ് ഹാസ് ലവ് എന്നല്ല, ദൈവത്തിന് സ്നേഹം ഉണ്ടെന്നല്ല, ദൈവം സ്നേഹം ആകുന്നു. ദൈവത്തിന്റെ ബീയിങ് തന്നെ സ്നേഹമാണ്. അവൻ കരുണയുള്ളവനാണെന്ന് പറയാം, പക്ഷെ അതിനപ്പുറത്താണ് അവൻ സ്നേഹമാണ്. കാരണം സ്നേഹമല്ലാതെ മറ്റൊന്നും അവനില് ഇല്ല. ശിക്ഷിക്കുമ്പോൾ പോലും അവൻ സ്നേഹമാണ്. പാപം ചെയ്ത ആദാമിനെ ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. എന്തിനാ പുറത്താക്കിയത്? ദേഷ്യം കൊണ്ടല്ല. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവൻ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിനുമാണല്ലോ സൃഷ്ടിച്ചത്. അതുകൊണ്ട് മനുഷ്യന് സ്വാഭാവികമായി എന്തുണ്ട്? വിൽ പവർ ഉണ്ട്, വൊളീഷൻ ഉണ്ട്, തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ട്. തീരുമാനമെടുക്കാനുള്ള അവന്റെ ആദ്യത്തെ കഴിവ് അവൻ ഉപയോഗിച്ചത് ദൈവത്തെ നിഷേധിക്കാനാ. എനിക്ക് ദൈവം വേണ്ട, ഞാൻ സ്വന്തമായിട്ട് ജീവിച്ചോളാം. ഓക്കെ, അവൻ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നു. നന്മ തിന്മകളെ കുറിച്ച്, നന്മ ഇവന് നേരത്തെ അറിയാം, തിന്മയുടെ ആദ്യത്തെ ഫലം. അവൻ തിന്മ തെരഞ്ഞെടുത്തു. ചോയ്സാ, അവന്റെ ചോയ്സാ, അവന്റെ വിധിയല്ല, അവന്റെ ചോയ്സാ. കാൽവിനിസത്തിനും മറ്റും പറ്റുന്ന ഒരു പ്രശ്നം, അവർ പറയുന്നത് ദൈവം എല്ലാം ഓൾറെഡി എല്ലാം തീരുമാനിച്ചു വെച്ചിരിക്കുന്നതാണ്, അതുകൊണ്ട് മനുഷ്യന് യാതൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെയല്ല, മനുഷ്യന് എപ്പോഴും ചോയ്സ് ഉണ്ട്. ഏത് പ്രായത്തിലും മനുഷ്യന് ചോയ്സ് ഉണ്ട്. ആദമിന് ചോയ്സ് ഉണ്ടായിരുന്നു. ആദമിന് മാത്രമല്ല, രക്ഷിക്കപ്പെട്ട എല്ലാ വ്യക്തികൾക്കും എന്തുണ്ട്? ചോയ്സ് ഉണ്ട്. കാര്യം നമ്മൾ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും, അല്ലെങ്കിൽ നമ്മൾ വെറും റോബോട്ടുകളായി പോകും. എനിക്ക് ചോയ്സ് ഇല്ലെങ്കിൽ, ചിലർ പറയുന്ന ടോട്ടൽ ഡിപ്രാവിറ്റി ഓഫ് മാൻ, മനുഷ്യൻ ഒരിക്കലും തീരുമാനമെടുക്കാനുള്ള കഴിവ് ഇല്ല, അവന് നന്മ തിരഞ്ഞെടുക്കാൻ കഴിയില്ല. അങ്ങനല്ല വേദോസം പഠിപ്പിക്കുന്നത്. എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നന്മ തിരഞ്ഞെടുത്താൽ എനിക്ക് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ എന്റെ പാപം എന്നിൽ വസിച്ച ഒരു കാലം എനിക്കുണ്ട്. റോമാലേഖനം 7-ാം അധ്യായത്തിൽ. പക്ഷേ 8-ാം അധ്യായത്തിൽ പറയുന്നത്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. വരുത്തുമെന്നല്ല, ചിലപ്പോൾ ആളുകൾ എന്നോട് പറയാറുണ്ട്, സാജു, പൗലോസ് പോലും അവസാനം വരെ പാപത്തോട് സ്ട്രഗിൾ ചെയ്യായിരുന്നു. അവന് നന്മ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അവന് ചെയ്യാനുള്ള കഴിവില്ല. കാര്യം പാപത്തിന് അടിമയായിരുന്നു അവൻ. പ്രിയമുള്ളവരെ, അത് വേദോസം അറിയാൻ വയ്യാത്തതുകൊണ്ട് പറയുന്നതാ. 7-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്, ന്യായപ്രമാണത്തിന് കീഴിലായിരുന്നപ്പോൾ പ്രമാണം ഉണ്ടായിരുന്നു, ജീവനില്ലായിരുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പക്ഷേ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചോദിക്കുന്ന ചോദ്യം ഇതാണ്, അയ്യോ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ ആരെന്നെ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ കർത്താവിന്, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്താ അതിന്റെ അർത്ഥം? കർത്താവായ യേശുക്രിസ്തു എന്നെ വിടുവിക്കും, എനിക്ക് ജീവൻ തരും. ഇനി ഞാൻ പാപത്തിന്റെ അടിമയല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? 8-ാം അധ്യായം വന്നപ്പോൾ ജയഭേരി മുഴക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ചോയ്സ് ഉണ്ട്. ആ ചോയ്സ് അനുസരിച്ച് ദൈവം പറയുന്നതെന്നറിയാമോ? ഇനി ഇവൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കൈ നീട്ടി ഈ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം കൂടെ അങ്ങ് തിന്നും. എന്താ പ്രശ്നം? തിന്നാൽ എന്നേക്കും ജീവിക്കും. എന്നേക്കും ജീവിക്കും നല്ലതല്ലേ? അല്ല. എന്നാന്നറിയാമോ? ഈ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം എന്തിനു വേണ്ടിയാ ദൈവം നിർമ്മിച്ചതെന്നറിയാമോ? ഇവന് തിന്നാൻ വേണ്ടിയാ. ആദാം ഇത് തിന്നണമെന്നായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം. എപ്പോഴ്? ദൈവസംസർഗത്തിൽ ജീവിക്കുമ്പോൾ ഇത് കഴിക്കണമെന്നായിരുന്നു. ദൈവസംസർഗത്തിൽ ജീവിക്കുമ്പോൾ ഇത് കഴിച്ചാൽ എന്നും അവൻ ദൈവസംസർഗത്തിൽ തന്നെ ജീവിക്കും. ജീവന്റെ വൃക്ഷത്തിന്റെ പ്രത്യേകത ഏതാണ്? ഏതവസ്ഥയിൽ ഭക്ഷിക്കുന്നോ അങ്ങനെ ജീവിക്കും. ദൈവം പറയുന്നത്, പാപത്തിൽ ജീവിക്കുന്നവൻ ഇത് പറിച്ചു തിന്നു കഴിഞ്ഞാൽ അവൻ എന്നും പാപത്തിൽ തന്നെ ജീവിക്കും, പിന്നെ വീണ്ടെടുപ്പ് നടക്കത്തില്ല. അതുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്യുന്നത്? ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത്. എന്തുകൊണ്ട്? ഇവനെ എനിക്ക് വീണ്ടെടുക്കണം, ആദമിനെ വീണ്ടെടുക്കണം.
ആ വീണ്ടെടുപ്പിന്റെ പദ്ധതിയിൽ മനുഷ്യൻ എതിര് നിൽക്കാതിരിക്കേണ്ടതിനാണ് ദൈവം ആദമിനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത്. എന്നിട്ട് ജീവവൃക്ഷം കാത്തു വെച്ചേക്ക്. എന്തിനാണെന്നറിയാം? എന്തിനാ? ആർക്കും കൊടുക്കാതിരിക്കാനല്ല. നമ്മൾ തിരിച്ചു ചെല്ലുമ്പോൾ ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. എന്താ അതിന്റെ അർത്ഥം? പിന്നെ അവൻ എന്നും ജയാളിയായി ജീവിക്കും. അപ്പൊ ജയിച്ചു ചെല്ലുമ്പോൾ നമുക്ക് തിന്നാൻ വേണ്ടി അത് സൂക്ഷിച്ചു വെച്ചേക്കുക. അല്ലാതെ എക്സ്പെൽഷൻ വാസ് നോട്ട് ആൻ ആക്ട് ഓഫ് പനിഷ്മെന്റ്, ഇറ്റ് വാസ് ആൻ ആക്ട് ഓഫ് ഗ്രേസ്. ഏദൻ തോട്ടത്തിൽ നിന്ന് ദൈവം മനുഷ്യനെ പുറത്താക്കിയത് പോലും സ്നേഹത്തിന്റെ പ്രകാശനമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പാപം ചെയ്യുമ്പോൾ പോലും അവൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ പാപത്തിൽ തുടരാനല്ല. സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് പാപത്തിൽ തുടരണമെന്നല്ല. മനസ്സിലായോ? ചിലരുടെ ചിന്ത അതാണ്. ദൈവം സ്നേഹമല്ലേ ബ്രദറെ? ദൈവം സ്നേഹമാണ്, പക്ഷെ അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയുമാണ്. അവൻ എന്നും മാനസാന്തരത്തിനുള്ള അവസരം നമുക്ക് തരുന്നുണ്ട്. അതൊക്കെ അവന്റെ കരുണയാണ്. അവൻ സ്നേഹമായതുകൊണ്ടാണ്. ദൈവം സ്നേഹമായതുകൊണ്ട് പാപം ചെയ്യാമെന്നല്ല. ദൈവം സ്നേഹമായതുകൊണ്ട് ഒരിക്കലും പാപം ചെയ്യരുത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് ദുരുപദേശങ്ങൾ ഒത്തിരി കടന്നു വരുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ദൈവം സ്നേഹമായതുകൊണ്ട് നമ്മൾ എന്തോ പാപം ചെയ്താലും ദൈവം നമ്മളെ, ഇയാളെ ഒരു പോപ്പുലർ പ്രീച്ചർ പറയുന്നത് കേട്ട്, ഞാൻ ആരെയും പാപി എന്ന് വിളിക്കത്തില്ല. മോശയാ പാപി എന്നൊക്കെ വിളിക്കുന്നത്, യേശു ആരെയും പാപി എന്ന് വിളിക്കത്തില്ല, അതുകൊണ്ട് ഞാനും വിളിക്കത്തില്ല. എന്നോട് ദൈവം പറഞ്ഞു മോശ പ്രസംഗിക്കണ്ടെന്ന് യേശു പറഞ്ഞു. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന വലിയ പോപ്പുലർ പ്രീച്ചറാ. അതാണോ വേദോസം പഠിപ്പിക്കുന്നത്? അല്ല. പാപി പാപിയാണ്, പക്ഷെ ആ പാപിയെ കർത്താവ് സ്നേഹിക്കുന്നുണ്ട്. സ്നേഹിക്കുന്ന എന്തിനു വേണ്ടിയാ? മടങ്ങി വരാൻ വേണ്ടിയാ. മടങ്ങി വന്നാൽ സ്വീകരിക്കാൻ തയ്യാറാ. മടങ്ങി വരുന്നില്ലെങ്കിൽ അത് അവന്റെ ചോയ്സ് ആണ്. അവനെങ്കിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പോരാൻ വയ്യായിരുന്നു എന്ന് വേണമെങ്കിൽ ചോദിക്കാം. സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നാ പിന്നെ പാപം ചെയ്യുന്നിടത്തുനിന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് വരാൻ. ഈ തൂർത്തുപുത്രന്റെ ഉപമ നിങ്ങൾക്കറിയാമല്ലോ. കാണാതെ പോയ ആളിനെ ഇളയൻ തിരക്കിപ്പോയി, പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ പുത്രൻ മടങ്ങി വന്നപ്പോൾ സ്വീകരിച്ചു. ഇഗ്നറൻസ് കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് തെറ്റിപ്പോയവനെ മടക്കി വരുത്താൻ ദൈവം ഇറങ്ങിച്ചെല്ലും. പക്ഷേ ദൈവത്തിന്റെ ഭവനം എനിക്ക് വേണ്ട, ഇത് ബന്ധനമാണ്, കാരാഗ്രഹമാണെന്ന് പറഞ്ഞ് പിതാവിന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയവൻ എന്ത് ചെയ്യണം? മടങ്ങി വരണം. പക്ഷെ മടങ്ങി വന്നാൽ കയറ്റും. അതാണ് സ്നേഹം. അല്ല പന്നിക്കൂട്ടി പോയി ചങ്ങലയിട്ട് പിടിച്ചോണ്ട് വരുന്നതല്ല സ്നേഹം. എന്ന് തന്നെയല്ല, അപ്പന്റെ വീട്ടിൽ കയറ്റിയാലും അപ്പന്റെ വീട്ടിനകത്ത് പിന്നെ ചങ്ങലക്കിട്ടേക്കല്ല. അതാണ് മറ്റൊരു ഉപദേശം. ദൈവമാണ് നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നത്, അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് പ്രിസർവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ അതിനകത്തൊന്നും, എനിക്കൊന്നും ചെയ്യാനില്ല. ദൈവം എന്നെ സൂക്ഷിച്ചോളൂ. അതുകൊണ്ട് എനിക്ക് പാപം ചെയ്യാൻ പറ്റില്ല. ദൈവം എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഒരിക്കലും നരകത്തിൽ പോകത്തില്ല. ദൈവം എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാക്കുകളാണ് ഇതൊക്കെ. ദൈവം തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ ആർക്കും കുറ്റം വിധിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ധൂർത്തുപുത്രൻ അപ്പന്റെ ഭവനത്തിൽ മടങ്ങി വന്നു, പക്ഷെ അവനെ ചങ്ങലക്കിട്ടേക്കുകയല്ല. അവിടെ അവന് വേണമെങ്കിൽ പിറ്റേ ദിവസം ഇറങ്ങിപ്പോവാം. അപ്പന്റെ ഭവനത്തിൽ അവൻ കയറി വരുന്നത് അപ്പനോടുള്ള സ്നേഹത്തിൽ ആയിരിക്കണം. ചങ്ങലയിട്ട് കൊണ്ടുവന്ന് ഭവനത്തിൽ താമസിപ്പിക്കുന്നതല്ല ദൈവിക പദ്ധതി. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടല്ലോ പ്രിയമുള്ളവരെ? ആമേൻ, ഹല്ലേലൂയ. പക്ഷേ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവനെ ദൈവം സ്നേഹിച്ച് കരുതി ശക്തിപ്പെടുത്തും. അതിനാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. ഓക്കെ, ഒന്ന് രണ്ട് കാര്യങ്ങളോട് നമുക്ക് പെട്ടെന്ന് ഈ സെഷനിൽ പറയാം. കർത്താവ്, അവന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത, അവന്റെ സ്നേഹം നിത്യമായ സ്നേഹമാണ്, അൺകണ്ടീഷണൽ ആണ്, സാക്രിഫിഷ്യൽ ആണ്, ത്യാഗപൂർണമാണ്. അടുത്തത്, ഇറ്റ് ഈസ് എ പെർപെച്വൽ ലവ്, നിരന്തര സ്നേഹമാണ്. ഈ ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നതാണ്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ദൈവം കർത്താവ് എന്ത് ചെയ്തു? അവൻ സ്നേഹിച്ചവരെ അവസാനത്തോളം സ്നേഹിച്ചു. അതായത് കുറച്ചു നാളത്തേക്കല്ല, അവസാനത്തോളം. ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം സ്നേഹിച്ചു. എല്ലാവരെയും സ്നേഹിച്ചു. യേശു യോഹന്നാനെ സ്നേഹിച്ചു. അതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല. പണ്ടൊന്നുമില്ല, പറിച്ചെറിഞ്ഞാൽ പോകാത്തൊരു പാർട്ടിയാ യോഹന്നാൻ. നെഞ്ചത്തുനിന്ന് മാറത്തില്ല. ഈ ആട്ടുംകുട്ടിയൊക്കെ ഇങ്ങനെ മുട്ടി നടക്കുന്നത് പോലെ
അങ്ങ് പറ്റി പിടിച്ച് കിടന്നോളൂ. ആ യോഹന്നാനെ കർത്താവ് സ്നേഹിച്ചു എന്നുള്ളതിനകത്ത് വലിയ അത്ഭുതമൊന്നും ഇല്ല. തീർച്ചയായിട്ടും അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ യോഹന്നാനെ മാത്രമല്ല സ്നേഹിക്കുന്നത്, അതേ സ്നേഹത്തോടെ തന്നെ തന്നെ തള്ളിപ്പറയാൻ പോകുന്ന പത്രോസിനെയും സ്നേഹിച്ചു. അതേ സ്നേഹത്തോടുകൂടെ തന്നെ തന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്ന യൂദായെയും സ്നേഹിച്ചു. യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, അപ്പൊ യേശു യോഹന്നാനെ മാത്രമേ സ്നേഹിച്ചുള്ളൂ? യോഹന്നാനാ പറയുന്നത് യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന്. അതിന്റെ അർത്ഥം എന്നറിയാമോ? യോഹന്നാനാ യേശുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു. അതുകൊണ്ട് അവന് തോന്നിയതാ. ചിലപ്പോ പിള്ളേരൊക്കെ പറയുമല്ലോ, എന്നെയാ പപ്പ കൂടുതൽ സ്നേഹിക്കുന്നത്, എന്നെയാ. ഉടനെ മറ്റേ ആള് പറയും, അല്ല എന്നെയാ. പിള്ളേർ നമ്മൾ വഴക്കുണ്ടാക്കും, ആരെയാണ് പപ്പ കൂടുതൽ സ്നേഹിക്കുന്നെന്നുള്ളത്. അപ്പൊ കൂടുതൽ സ്നേഹിക്കുന്ന പിള്ളേർക്ക് അപ്പൻ കൂടുതൽ സ്നേഹിക്കുന്നതായിട്ട് തോന്നും. ഞാനൊരു ഉദാഹരണമായിട്ട് പറയാനുണ്ട്. നിങ്ങൾ നല്ല വെയിലത്ത് ഒരു ടിൻഷീറ്റും അതേ വെയിലത്ത് തന്നെ ഒരു പ്ലൈവുഡ് വിടുക, കുറച്ചു നേരം സെയിം സൂര്യൻ അവത്തിൽ അടിക്കട്ടെ, പ്ലൈവുഡ് നല്ല പഴുത്തിരിക്കും. ടിൻഷീറ്റ് പഴുത്തിരിക്കും, പ്ലൈവുഡ് അത്രയും ചൂട് കാണില്ല. അത് സൂര്യന്റെ പ്രശ്നമാണോ? അല്ല. സൂര്യൻ രണ്ടിന്റെ മേലും ഒരുപോലെ തന്നെ പതിഞ്ഞു, പക്ഷെ കൂടുതൽ ആഗിരണം ചെയ്തത് ടിൻഷീറ്റ. എന്നതുപോലെ യേശുവിന്റെ സ്നേഹം നിരന്തരമായ പെർപ്പച്വൽ ലവാണ്. ആര് കൂടുതൽ സ്വീകരിക്കുന്നോ അവർക്കത് കൂടുതൽ അനുഭവിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞതിന്റെ വ്യത്യാസം മനസ്സിലായല്ലോ. യോഹന്നാൻ അതങ്ങ് ആഗിരണം ചെയ്തു എന്നുള്ളതാണ്. ആഗിരണം ചെയ്തു, അതുകൊണ്ട് അവൻ തന്നെ കൂടുതൽ സ്നേഹിച്ചു എന്ന് പറയുന്നു. പക്ഷേ ശരിക്കും എന്താണ്? ലോകത്തിൽ തനിക്കുള്ളവരെ അവൻ എന്ത് ചെയ്തു? സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. ഒരാളെ അല്ല, എല്ലാവരെയും. യൂദായെയും സ്നേഹിച്ചു. യൂദായെ സ്നേഹിച്ച് ഞാൻ യൂദായുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ഞാൻ ഒന്ന് രണ്ട് പെട്ടെന്ന് ഞാനൊന്ന് പറയാം. ഒന്ന്, യൂദാ കാണിച്ചു കൊടുക്കുമെന്ന് അറിയാൻ വയ്യാഞ്ഞിട്ടാണോ യൂദായെ കർത്താവ് തെരഞ്ഞെടുത്തത്? അല്ല. കർത്താവിന് പറ്റിയ ഒരു അബദ്ധം. ചിലപ്പോൾ ആളുകൾ ലോകപ്രകാരം നോക്കിയാൽ നമ്മൾ എന്ത് പറയും? നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പം മറ്റ് മതങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരബദ്ധം പറ്റി എന്നേ പറയത്തുള്ളൂ, അല്ലേ? ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത കൂട്ടത്തിൽ അറിയാതെ ഒരുത്തൻ കയറി. കർത്താവിന് ഒരബദ്ധം പറ്റി. കർത്താവിന് അബദ്ധം പറ്റിയതല്ല. കർത്താവ് അവനെ അന്നേ സ്നേഹിച്ചു. കർത്താവ് സ്നേഹിച്ചു. ഈ 3.5 കൊല്ലം കൊണ്ടെങ്കിൽ ഇവനൊരു മാനസാന്തരം ഉണ്ടാകുമെന്ന് കർത്താവ് ചിന്തിച്ചു. അത്രേ ഉള്ളൂ. അതുകൊണ്ട് മാക്സിമം അവനെ സ്നേഹിച്ചു. യൂദായെ ദൈവം സ്നേഹിച്ച് അബദ്ധം പറ്റിയത് അവനെ സ്നേഹിച്ചു. അവൻ മടങ്ങി വരാൻ യേശു ആഗ്രഹിച്ചു. അവനെ ദൈവം നരകത്തിനായിട്ട് തെരഞ്ഞെടുത്തതൊന്നുമല്ല. അങ്ങനെ ദൈവം നരകത്തിനായിട്ട് ആരെയും തെരഞ്ഞെടുത്തിട്ടില്ല. നരകമെന്ന് പറയുന്നത് നമ്മളുടെ ചോയ്സാ. നമ്മൾ തെരഞ്ഞെടുക്കുന്നതാണ് നരകം. ഞാനതിനെക്കുറിച്ച് ചിലപ്പം മനസ്സിലാക്കാനായിട്ട് പറയുമ്പം ആളുകൾ എന്തുകൊണ്ടാണ് നരകത്തിൽ പോകുന്നത്? ചില സ്വർഗത്തിൽ പോകുന്നു, ചിലർ നരകത്തിൽ പോകുന്നു. ഞാൻ താമസിക്കുന്ന വീട് ഒത്തിരി പഴക്കമുള്ള വീടാ, 10-200 വർഷം പഴക്കമുള്ള വീടാ. എനിക്ക് എന്തുകൊണ്ടാണ് ആ വീട് കിട്ടിയത്? അതെന്റെ അപ്പന്റെ വീടായതുകൊണ്ടാണ്. ഇല്ലേ? എനിക്ക് അയൽവക്കക്കാരന്റെ വീട്ടിൽ പോയി താമസിക്കാൻ പറ്റില്ലല്ലോ. എന്റെ അപ്പന്റെ വീട് എനിക്കുള്ളതാണ്, കാരണം ഞാൻ മകനാണ്. അപ്പോൾ ഒരാൾ സ്വർഗത്തിൽ പോകുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരവൊന്നേ ഉള്ളൂ, അപ്പൻ ദൈവമാണെങ്കിൽ ദൈവത്തിന്റെ വീട്ടിൽ പോകും. അപ്പൊ നമ്മൾ സ്വർഗത്തിൽ പോകുന്നതും നമ്മൾ നേടിയെടുക്കുന്നതൊന്നും അല്ല. സ്വർഗത്തിൽ പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ അപ്പന്റെ വീടായതുകൊണ്ടാണ്. ദൈവത്തെ പിതാവാക്കിയവന് സ്വർഗമുണ്ട്. നരകം ആരുടെയാ? പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നി. അപ്പോൾ നരകം ആരുടെ വകയാ? പിശാചിന്റെ. പിശാചിനെ അപ്പനാക്കിയവനൊക്കെ അങ്ങോട്ട് പോകും. അത്രേ ഉള്ളൂ. മരിച്ചു കഴിഞ്ഞ് നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് തീരുമാനിക്കുന്നത് ആരാണ് നമ്മുടെ അപ്പൻ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ദൈവം അപ്പനാണെങ്കിൽ സ്വർഗത്തിൽ പോകും, പിശാച് അപ്പനാണെങ്കിൽ അങ്ങോട്ട് പോകും. അത് നമ്മളാ തീരുമാനിക്കുന്നത്. ഇവിടെ വെച്ച് നമ്മൾ തീരുമാനിക്കണം ആരായിരിക്കണം നമ്മുടെ പിതാവ്. ദൈവത്തെ പിതാവാക്കിയവൻ തീർച്ചയായും സ്വർഗത്തിലേക്ക് പോകും. പാപം ചെയ്യുന്നവനൊക്കെയും പിശാച് എന്ന പിതാവിന്റെ മകൻ, പാപത്തിൽ തുടരുന്നവൻ പിശാചിന്റെ മകനാണ്, അവൻ നരകത്തിലേക്ക് പോകുന്നു. അതുകൊണ്ട് യൂദായെപ്പോലും ദൈവം നരകത്തിലേക്ക് തള്ളിയിട്ടതല്ല, പ്രത്യുത അവൻ തെരഞ്ഞെടുത്തതാണ്. അവൻ യേശുവിനെ തെരഞ്ഞെടുക്കാമായിരുന്നു. യേശു അവനെ തെരഞ്ഞെടുത്തു. എന്നിട്ട് പോലും അവൻ യേശുവിനെ തെരഞ്ഞെടുത്തില്ല.
എന്നിട്ട് ഇവനെ സ്നേഹിക്കുന്നുള്ളതിന്റെ ഒന്ന് രണ്ട് തെളിവുകൾ ഞാൻ പെട്ടെന്ന് പറയാം. ഒന്ന്, ഇവനെയാണ് യേശു പണസഞ്ചി ഏൽപ്പിച്ചത്. അവൻ നല്ല ട്രഷറർ ആയതുകൊണ്ടൊന്നുമല്ല, കള്ളനാ. എന്നിട്ടും നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തില് അതിന്റെ 12-ാം അധ്യായത്തിൽ അതിന്റെ 6-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, യോഹന്നാൻ 12:6 അതിന്റെ മുകളിലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, 1 മുതലുള്ള വാക്യങ്ങൾ 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, അവിടെ മറിയ വിലയേറിയ സ്വച്ഛജല മാംസി തൈലം ഒരു റാത്തിലെടുത്ത്, ഭയങ്കര വിലയേറിയ ഇതാണ്. അപ്പോഴത്തേക്ക് അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദാ ഇസ്കരിയോത്താവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു. ഇത് ദരിദ്രന്മാരെ കുറിച്ച് അവന് വിചാരമുണ്ടായിട്ടല്ല, അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തന്റെ പക്കലാകയാൽ അതിലിട്ടത് എടുത്തു വന്നതുകൊണ്ടും അത്രേ പറഞ്ഞത്. അപ്പൊ മോട്ടിക്ക് വന്നറിഞ്ഞവന്റെ കയ്യിലാണ് പണസഞ്ചി കൊടുത്തത്. ഞാൻ യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് പഠിക്കുകയാണ്. നമ്മളാണ് എന്തോ ചെയ്തേനി, ഓരോരുത്തരങ്ങ് തീരുമാനിച്ചാൽ മതി. മോട്ടിക്ക് വന്നറിഞ്ഞവന്റെ കയ്യിൽ പണസഞ്ചി കൊടുത്തു. കാര്യം അവൻ സ്നേഹിച്ചത് അൺകണ്ടീഷണൽ ആയിട്ടാണ്. എന്ന് തന്നെയല്ല, ഈ പണം മോഷ്ടിക്കുന്ന യൂദായെ പൊതുജനത്തിന്റെ മുന്നിൽ, ഇത് യേശുവിന് അറിയാമായിരുന്നല്ലോ മോഷ്ടിക്കുന്നുള്ളത്, ഒരിക്കൽ പോലും അപഹാസ്യനാക്കിയില്ല. യേശുവിന് അറിയാമായിരുന്നു ഇവൻ മോഷ്ടിക്കുന്നുള്ളത്. പൊതുജനത്തിന് മുമ്പിൽ പറഞ്ഞില്ല, ഇവൻ കള്ളനാ കേട്ടോ എന്ന് പറഞ്ഞില്ല. നമ്മൾ ഒരു മനുഷ്യനെ പോലും അപഹാസ്യരാക്കരുത്, കള്ളനാണെ പോലും. യേശുവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകതയാ. കള്ളന്മാരെ പോലും അപഹാസ്യരാക്കരുത്. ഇനി മറ്റൊരു കാര്യം, ഇവന്റെ അടുത്ത് പോലും പറഞ്ഞില്ല. യേശു പറഞ്ഞില്ല, എടാ ഞാനിതൊന്നും കാണുന്നില്ലെന്നൊന്നും നീ നിശ്ചയിക്കൊന്നും വേണ്ട, ചിന്തിക്കൊന്നും വേണ്ട, ഞാനത്ര പൊട്ടനൊന്നും അല്ല കേട്ടോ. നീ ചിന്തിക്കല്ല്, ഞാൻ മിണ്ടാതിരിക്കുന്നതുകൊണ്ട് ഞാന് പൊട്ടനാണെന്ന്. നമ്മളെ ഒരു വലിയ പ്രശ്നം, 2 വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരത്തില്ല. ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം കാണിച്ചാൽ നമ്മൾ പറയും, അവൻ കൊണ്ടുപോയിക്കോട്ടെ, എന്നാലും ഞാൻ അവനൊന്ന് അറിയണമല്ലോ, ഞാനിത് അറിയാതെ അല്ലേ. എന്തിനാ അറിയുന്നത്? യേശുവിന്റെ സ്നേഹമാണെങ്കിൽ അവനാരെയും അപഹാസ്യരാക്കത്തില്ല. അവസാനത്തെ സമയത്ത് പോലും യേശു യൂദായെ പരിഹാസപാത്രമാക്കിയില്ല. ആ ഭാഗം നമുക്ക് പിന്നീട് പഠിക്കാം. എങ്കിലും ഞാൻ പറയാണ്, 13-ാം അധ്യായത്തിൽ നമ്മളെ അധ്യായത്തിൽ 21 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണിച്ചു കൊടുക്കുന്നത് ആരാണെന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ പത്രോസ് ചോദിച്ചു, യോഹന്നാനോട് പറഞ്ഞു, നീ ഒന്ന് ചോദിച്ചു. യോഹന്നാനോട് മാത്രം പറഞ്ഞു, ഞാൻ അപ്പം ചാറിൽ മുക്കി കൊടുക്കുന്ന ആളാണ്. വേറെ ആരും കേട്ടില്ല. യോഹന്നാനിൽ അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. യോഹന്നാനോട് പറഞ്ഞുമില്ല. യോഹന്നാൻ പറയത്തില്ലെന്ന് കർത്താവിന് അറിയാമായിരുന്നത് കൊണ്ടാണ് യോഹന്നാനോട് പറഞ്ഞത്. എന്നിട്ട് പോലും യേശു എന്ത് ചെയ്തില്ല, ഡിസ്ക്ലോസ് ചെയ്തില്ല ഇവനാണെന്ന്. അതുകൊണ്ടാണ് അവൻ ഇറങ്ങിപ്പോയപ്പോ ആളുകള് പറഞ്ഞത്, ചിലപ്പോ അവൻ ഏതാണ്ട് സാധനം വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടാണെന്ന്. അന്നേരം പോലും പറഞ്ഞില്ല ഇവനാണ്, ഇവനാ എന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നെന്ന് കൈ ചൂണ്ടി പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പീൻ. ഉച്ച കഴിഞ്ഞുള്ള സെഷനിൽ നമ്മൾ ഈ ഭാഗത്തെക്കുറിച്ച് ഒന്നുകൂടെ വായിക്കാം. ഇപ്പൊ നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. സ്നേഹിക്കുന്നവനായ ഗുരു, അതേപോലെ തന്നെ ശുശ്രൂഷിക്കുന്നവനായ ഗുരു. സ്നേഹിക്കുന്നവനും ശുശ്രൂഷിക്കുന്നവനും. ഈ ഗുരുവിന്റെ കാൽപാദങ്ങളെ പിന്തുടരുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതാണ്. അവൻ എങ്ങനെ സ്നേഹിച്ചു, അവൻ എങ്ങനെ ശുശ്രൂഷിച്ചു. എന്തിനാണത് നമ്മൾ പഠിക്കുന്നത്? അവൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ, അവൻ ശുശ്രൂഷിച്ചതുപോലെ ശുശ്രൂഷിക്കുവാൻ. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പറയാമോ, കർത്താവേ, നീ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, നീ ശുശ്രൂഷിച്ചതുപോലെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ എന്നെ പ്രാപ്തനാക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ, എനിക്കൊരു രൂപാന്തരം വരുത്തണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ.